നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് UTS ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പ് എടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ആദ്യത്തെ ഈ UTS ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളിതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. UTS ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ക്യാൻസൽ ടിക്കറ്റ്, ബുക്കിംഗ് ഹിസ്റ്ററി, ഷോ ടിക്കറ്റ്, വാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നേരത്തെ തന്നെ എമൗണ്ട് റീചാർജ് ചെയ്ത് നോക്കാൻ പറ്റുന്ന വാലറ്റാണ്. അപ്പം നമുക്ക് ആദ്യം ഇവിടുന്ന് എങ്ങോട്ടേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം സെലക്ട് ചെയ്യുക, ബുക്ക് ആൻഡ് ട്രാവൽ പേപ്പർലെസ് എന്ന് സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ ഡിപ്പാർട്ട് ഫ്രം സ്റ്റേഷൻ സെലക്ട് ചെയ്യുക. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് പയ്യന്നൂർ പോകേണ്ട സ്റ്റേഷൻ സെലക്ട് ചെയ്യുക. ഗോയിങ് ടു സ്റ്റേഷൻ നമുക്ക് കണ്ണൂർ സെലക്ട് ചെയ്യാം. ഗെറ്റ് ഫെയർ എന്ന് ക്ലിക്ക് ചെയ്യുക. എത്രയാണ് അതിൻ്റെ എമൗണ്ട് വരും നോക്കാം. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടോട്ടൽ ഫെയർ നമുക്കിവിടെ അടിച്ചു കൊടുക്കാൻ പറ്റും. എത്ര അഡൾട്ട് എത്രയാണ് അതെല്ലാം നമുക്കിവിടെ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ അതെല്ലാം സെലക്ട് ചെയ്യാൻ. ടിക്കറ്റ്, ട്രെയിൻ ടൈപ്പ് ചെയ്താണ്, ക്ലാസ്, പേയ്മെൻറ്റ് ടൈപ്പ് എങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്, ഡെബിറ്റ് കാർഡ്, UPI, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ നേരത്തെ കൊടുത്ത സ്റ്റേഷൻസെല്ലാം കറക്റ്റാണെന്ന് ഇവിടെ ചെക്ക് ചെയ്യാം. സോഴ്സ് സ്റ്റേഷൻ പയ്യന്നൂർ, ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ കണ്ണൂർ, അത് കറക്റ്റാണ്. എന്നിട്ട് ട്രെയിനിൻ്റെ പേര് ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യാം. എത്ര റൂട്ടാണ് അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ടോട്ടൽ ഫെയർ എത്ര പൈസയാവും ടോട്ടൽ നിങ്ങളുടെ കാണാൻ പറ്റും. ഇനി നിങ്ങൾ ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബുക്ക് ടിക്കറ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ വാലറ്റ് വഴിയാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് റീചാർജ് അല്ലെങ്കിൽ അതർ പേയ്മെൻറ്റ്, വാലറ്റ് നമ്മൾ റീചാർജ് ചെയ്തെങ്കിൽ നമ്മൾ അതർ പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുക. അതർ പേയ്മെൻറ്റ് സെലക്ട് ചെയ്തു. ഇനി നമുക്കിവിടെ ബുക്ക് ടിക്കറ്റ് കൊടുക്കാം. ബുക്കിംഗ് പ്രോസസ്സ് സമയമെടുക്കും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻസ് കാണാൻ പറ്റും. മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് ഓപ്ഷൻസ്. Paytm വഴി, ഭീം UPI വഴിയോ അല്ലെങ്കിൽ RuPay കാർഡ് വെച്ചിട്ട് ചെയ്യാം. നമ്മൾ ഈ ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്ത് കാണിക്കാം. എന്നിട്ട് ഇവിടെ താഴെ പേ റുപ്പീസ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിവിടെ കാണാം പ്ലീസ് വെയിറ്റ്, ഡു നോട്ട് റിഫ്രഷ്. ഈ സമയത്ത് പേജ് റിഫ്രഷ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേ ബാക്ക് ബട്ടൺ അടിക്കാനോ ഒന്നും പാടില്ല. കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യാം. ഡെബിറ്റ് കാർഡോ UPI വെച്ചിട്ട് ഇതിവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കാർഡ് നമ്പർ അടിക്കുക, കാർഡിൻ്റെ ഡീറ്റെയിൽസെല്ലാം അടിക്കുക, എക്സ്പയറി, വാലിഡിറ്റി ഡേറ്റ്, CVV നമ്പർ അടിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് പേ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ പേ ചെയ്യാം. UPI വെച്ച്, നെറ്റ് ബാങ്കിങ് ഏത് വെച്ചിട്ട് പേ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.